ഇതിപ്പം നിശബ്ദ പ്രചരണമാണ്. ഇന്നത്തെ ഒരു പ്ലാൻ എങ്ങനെയാണ്? ഇന്ന് കാലത്ത് മുനിസിപ്പൽ പരിധിയിലും ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്തുകളിലുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പയിനടിയിൽ വിട്ടുപോയ പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ വീടുകളിലെത്തി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രചരണമാണ്. പരമാവധി ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു. കാരണം പാലക്കാട് വോട്ടർമാരെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ അവർക്ക് നേരിൽ ഞാൻ പോയില്ലെങ്കിൽ അവരെ വോട്ടുകൾ ലഭിക്കും. പക്ഷേ എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ. ഒരു കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണത്തിന് നേരിട്ട് ക്ഷണിക്കുക എന്നുള്ളൊരു പതിവുണ്ടല്ലോ, അതേ രീതിയിലാണ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ്. പലരും പറയും എന്തിനാ വരുന്നത്, ഞങ്ങളുടെ വോട്ട് ഉറപ്പല്ലേ എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത്തരം മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ്. നമസ്കാരം. ഇത്രയും ദിവസം ഓട്ടം തന്നെ ഓട്ടമായിരുന്നു. ഇന്നത്തോടെ പ്രചരണങ്ങളെല്ലാം അവസാനിക്കുകയാണ്. അപ്പം ഇനി റെസ്റ്റ് എപ്പോഴാണുള്ളത്? നാളെ വൈകിട്ട് 6 മണിക്ക് ശേഷം പിന്നീട് 2 ദിവസം കൂട്ടിക്കിഴക്കലുകളുടെ സമയമാണല്ലോ. പിന്നീടുള്ള മണിക്കൂറുകൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം രാവിലെ 8 മണി വരെ പാർട്ടി പ്രവർത്തകരുടെ ബൂത്ത് തലത്തിൽ തരുന്ന കണക്കുകൾ അത് വിശകലനം ചെയ്ത് ഭൂരിപക്ഷം എത്രയെന്ന് ഉറപ്പാക്കുക എന്നുള്ള പ്രവർത്തനമാണ്. അതെ. അത് കഴിഞ്ഞിട്ടേ വിശ്രമമുള്ളൂ. പക്ഷെ ഇത്രയേറെ തിരക്ക് പിടിച്ച സമയങ്ങളായിരിക്കില്ല. വിശ്രമിക്കാനുള്ള സമയം കൂടി അതിനിടയിൽ കിട്ടും. നിശബ്ദ പ്രചരണ ദിവസമാണെങ്കിൽ പോലും ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള വോട്ടോട്ടത്തിലാണ് NDA സ്ഥാനാർത്ഥി. ക്യാമറമാൻ സഞ്ജു പൊറ്റമലിനൊപ്പം ദിവ്യ, മീഡിയ 1.